നമസ്കാരം. CPM-ലെ മുതിർന്ന നേതാവ് പി ജയരാജനെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനു തോമസ് ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പി ജയരാജൻ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും പി ജയരാജൻ്റെ മകന് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. ഒപ്പം CPM-ൽ മാഫിയ സംഘങ്ങൾ സജീവമാണെന്നും മനു തോമസ് ആരോപണം ഉന്നയിക്കുന്നു. വളരെ ഗുരുതരമായ ആരോപണമാണ് മനു തോമസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ ആരോപണം വളരെ വലിയ ചർച്ചകൾക്കും ഇപ്പോൾ വിധേയമായിട്ടുണ്ട്. ഈ വിഷയമാണെന്ന് പവർ പോയിൻ്റ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ മഞ്ചവിളാകം ജയൻ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ LR വിനയേന്ദ്രൻ, BJP നേതാവ് ശ്രീ VG വിഷ്ണു. മൂന്ന് പേർക്കും സ്വാഗതം. ആദ്യം ശ്രീ മഞ്ചവിളാകം ജയൻ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ അടുത്തിടെ CPM-ൽ നിന്ന് വരുന്ന വാർത്തകൾ അത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വിധേയമാകുന്ന വാർത്തകളാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്തയെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അല്ലെങ്കിൽ സാധാരണ ഒരു BJP പ്രവർത്തനോ ഉന്നയിക്കുന്ന വിഷയമല്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട DYFIയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന മനു തോമസ് എന്ന വ്യക്തി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അത് നിയമസഭയിൽ പോലും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്ന് വരെ തലയൂരി പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗുരുതര സാഹചര്യം തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നൊന്നായി പാർട്ടിയെ ഇങ്ങനെ വല്ലാത്ത പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും കരകയറി മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഈ ആരോപണങ്ങൾ ഈ വെറും ആരോപണങ്ങളായി നിൽക്കുമോ അത് വലിയ തോതിൽ CPM-നെ പ്രതിരോധത്തിലാക്കുമോ? നോക്കൂ, ഇതൊരു ആരോപണം എന്ന് പറഞ്ഞ് നിർത്തുന്നത് ശരിയല്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ പ്രതിപക്ഷം ഇവിടെ ഉന്നയിച്ച ആരോപണങ്ങളാണ്. അത് കൊട്ടേഷനായാലും മയക്കുമരുന്നായാലും ഗുണ്ടാ മാഫിയായാലും ഇതെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് മനു തോമസ് 2 ദിവസമായി പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ. ആരാണ് ഈ മനു തോമസ്? ഇവിടെ അവതാരകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ CPM-ൻ്റെ കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആളാണ്. അദ്ദേഹം DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ആളാണ്, നിസ്സാരക്കാരനല്ല. അദ്ദേഹം ഈ പാർട്ടിയെ തിരുത്താൻ പലവട്ടം ശ്രമിച്ചു. അവസാനം നടക്കില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം സ്വയം തിരുത്തിയാണ് മെമ്പർഷിപ്പ് പുതുക്കാതെ അദ്ദേഹം നിൽക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ CPM-ൻ്റെ അത് സ്വർണം കടത്തായാലും സ്വർണം പൊട്ടിക്കലായാലും മയക്കുമരുന്നായാലും ഗുണ്ടായിസമായാലും ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരുന്നു എന്നുള്ള സംശയമില്ല. നമുക്കറിയാം, ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച ആളാണ്. കുട്ടിക്കാലം തൊട്ടേ എനിക്ക് കണ്ണൂർ എന്ന് പറയുമ്പോൾ പേടിയാണ്. കണ്ണൂർ പോകണമെന്ന് പറയുമ്പോൾ പേടിയാണ്. കാരണം കണ്ണൂർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഈ CPM ഗുണ്ടായിസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലങ്ങളിൽ അവിടെ നടന്നത്. അതിൻ്റെ പ്രതിഫലമല്ലേ ഈ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളും CPM പുറകെ പോയില്ലേ? പിണറായി വിജയൻ്റെ, ഗോവിന്ദൻ മാഷിൻ്റെ, ശൈലജ ടീച്ചറുടെ, ജയരാജ്, എല്ലാ മണ്ഡലങ്ങളും CPM പുറകെ പോയി. അത് ആളുകൾ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു അറുതിയുണ്ട് എന്ന് പറയുന്നതല്ലേ കറക്റ്റ്? കണ്ണൂർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും CPM-ൻ്റെ ഗുണ്ടായിസമാണ്. അവിടെ ജയരാജന്മാർ ഒരു ജയരാജനല്ല, 3 ജയരാജന്മാരുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പി ജയരാജൻ അദ്ദേഹം 2 കൊലക്കേസിലെ പ്രതിയാണ്. അത് നമുക്ക് മറച്ചു വയ്ക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ വരുന്ന ഈ പറയപ്പെടുന്ന ജെയിൻ രാജിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് അല്ല, BJP അല്ല. ഇതിൻ്റെ തുടക്കം എവിടെയെന്ന് പറയട്ടെ. 2021 ജൂൺ മാസം 21 കോഴിക്കോടുള്ള നമുക്കറിയാമല്ലോ രാമനാട്ടുകരയിലുണ്ടായ സ്വർണ്ണപ്പൊട്ടിക്കൽ 5 പേർ മരണപ്പെട്ടു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കൊട്ടേഷൻ വിവാദമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കക്ഷികളാണ് ഒന്ന് ആകാശ് തില്ലങ്കേരിയും അതേപോലെ തന്നെ അർജുൻ ആയിങ്കയും. ആരാണീ ആകാശ് തില്ലങ്കേരി? നമുക്കറിയാം, പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈദിനെ കൊന്ന കേസിലെ പ്രതിയാണ്. ആ അർജുൻ ആയങ്കയും അതേപോലെ ആകാശ് തില്ലങ്കയും ഒക്കെ കൊട്ടേഷൻ സംവിധാനത്തിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞ രാമനാട്ടുകരയിൽ നടന്ന ഈ സ്വർണം പൊട്ടിക്കൽ 5 പേർ മരണപ്പെട്ടു. ആ വിഷയവുമായി ബന്ധപ്പെട്ട്
കൊട്ടേഷൻ സംഘങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത പി ജയരാജനാണ്. അന്ന് DYFIയുടെ പ്രസിഡൻ്റായിരുന്ന ഈ മനു തോമസ് ഈ വിഷയത്തിനെതിരെ, അതായത് കൊട്ടേഷൻ മാഫിയക്കെതിരെ 3801 സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രചരണം നടത്തി. 1-2 സ്ഥലത്തുമല്ല. ഈ വിഷയങ്ങൾക്കെതിരെ, ഈ കൊട്ടേഷൻ മാഫിയക്കെതിരെ അദ്ദേഹം DYFIയുടെ ജില്ലാ പ്രസിഡന്റായ 3801 സ്ഥലങ്ങളിൽ പ്രചാരണം നടത്തി. അന്ന് തുടങ്ങിയതാണ് മനു തോമസിനെതിരെയുള്ള ഈ ആരോപണങ്ങളും പിന്നെ സോഷ്യൽ മീഡിയയിലെ ആരോപണങ്ങളും. ഇപ്പോൾ ഇത് അവസാനം ഈ ഞാൻ പറഞ്ഞ ആകാശത്തില്ലെങ്കിൽ വെല്ലുവിളിച്ചൊക്കെയാണ് മനു തോമസിനെ. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ പി ജയരാജൻ, അദ്ദേഹത്തിന് തന്നെ റെഡ് ആർമിയുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിലാരാ? പി ജയരാജനാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വധഭീഷണിയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനു തോമസ് പാർട്ടിയെ ഒന്ന് തിരുത്താൻ ശ്രമിച്ചോ നടക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം സ്വയം തിരുത്തി പുറത്തു പോയത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ധാരാളം മനു തോമസുമാർ പുറത്തു വരും. CPMൻ്റെ ഗുണ്ടായിസം, കണ്ണൂർ ഗുണ്ടായിസം അത് പുറത്തു വരും. ഇന്ന് പറഞ്ഞത് വേറെ രസം, കേരള നിയമസഭയിൽ ഈ വിഷയമൊന്ന് അവതരിപ്പിക്കാൻ പോയപ്പോൾ അനുമതി പോലും നിഷേധിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഈ ഗുണ്ടായിസം. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണെന്ന് കേരളം. ഞാൻ താങ്കൾക്ക് തിരിച്ചെത്താം. ശ്രീ LR വിനയേന്ദ്രൻ, ഇപ്പോൾ ശ്രീ മഞ്ജുളായം ജയൻ പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. കൂടുതൽ മനു തോമസുകാർ ഉണ്ടാകാൻ പോവുകയാണ്. അതായത് കണ്ണൂരിലൊരു പ്രത്യേക പാത തുറന്നു വച്ചിരിക്കുകയാണ് ഇപ്പോൾ മനു തോമസ്. നമ്മൾ ഇതുവരെ കാണാത്തതാണ്. കണ്ണൂരിൽ നിന്ന് അങ്ങനെ ചില ശബ്ദങ്ങൾ ഉയരുന്നത് വളരെ വിരളമാണ്. ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഇപ്പോൾ മനു തോമസ് പുതിയൊരു സമരപാത തന്നെ തുറന്നു വച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമരപാത തുറന്നിരിക്കുന്നത് CPMനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു മറ്റു പാർട്ടിയിലോ അല്ലെങ്കിൽ എതിർപക്ഷത്തോ ഉള്ളവരല്ല, സ്വന്തം പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഒരാൾ, ഒരു പക്ഷേ താങ്കൾ പറയുമായിരിക്കും അയാൾ അപ്പോൾ ഇപ്പോൾ പാർട്ടിയിൽ ഇല്ലല്ലോ എന്ന്. പക്ഷേ അതൊരു വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർത്തിവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും അതിൽ നിന്നും നേരത്തെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ ഇനിയും ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? ശ്രീ ജോയി നായർ പറഞ്ഞതുപോലെ അദ്ദേഹം 2022 ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. 2022 ഇപ്പോൾ 2024 ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരെയും അത് എവിടെയായിരുന്നു എന്ന വലിയൊരു ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇനി അങ്ങ് ചോദിച്ചതുപോലെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം അവിടെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇതാ പൊട്ടിത്തെറി ഉണ്ടായി എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്കതിനെ കാണാൻ കഴിയില്ല. ഇനി ഈ സാഹചര്യങ്ങളിലേക്ക് വന്ന് ഇപ്പോൾ എൻ്റെ ഏറ്റവും സ്നേഹിതനായ പ്രധാന മെമ്പറും DYFIയുടെ പ്രധാനപ്പെട്ട നേതാവുമായിരുന്നു അദ്ദേഹം. ആയിക്കോട്ടെ, ഈ പുഴുക്കുത്തുകൾ സഹിക്കാൻ വയ്യാതെ ഇറങ്ങിപ്പോയതാണ്. ഇല്ല, ആയിക്കോട്ടെ, അത് അദ്ദേഹം പറയുന്നതല്ലേ. അപ്പോൾ ഇവിടെ ശ്രീ മഞ്ജുളായം ജയൻചേട്ടൻ പറയുന്നു ഇദ്ദേഹം ഈ DYFIയിൽ നിന്ന് പുറത്തുപോയി ആൾ പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചു എന്ന്. ഇപ്പോൾ SFI ആയിരുന്നാലും DYFI ആയാലും യുവജന സംഘടന അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയ്ക്ക് സ്വതന്ത്രമായ ചുമതലയുണ്ട്. ഈ DYFI അല്ല പാർട്ടിയെ തിരുത്തുക. അത് ജയൻ ചേട്ടൻ ഇത്രയും വർഷമായി ഇപ്പോൾ ജയചേട്ടൻ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും. ഒരു പരാജയമല്ലല്ലോ ചേട്ടാ പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളുണ്ട്, അതിന് പിൻബലമേകുന്ന ചില ഐഡിയോളജികളുണ്ട്. അതിന് ആശയപരമായി ആശയപരമായി പിന്നെ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് തീരെ തരംതാണ് പോയി. കാര്യം എന്ന് പറയുന്നത് ശ്രീ പി ജയരാജൻ്റെ മക്കളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളും ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തിപരമായി ശ്രീ ജോയി നായർ അടിവരയിട്ട് ശ്രദ്ധിക്കുക. ജോയി നായർ ഇത് 1 മണിക്കൂർ കൊണ്ട് ചർച്ച തീർന്നാൽ അരമണിക്കൂർ കൊണ്ട് തീർക്കേണ്ട വിഷയമല്ല. അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് അറിയാവുന്ന ഒരാൾ പോലും ഇത്തരത്തിൽ ഇനി ഏറ്റവും നീചമായ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മാല പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കോർഡിനേറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീ ജോയ് നായർ. എത്ര അതിന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പാർട്ടിക്ക് സംഭവിക്കുന്ന ജീർണതയിൽ ഇദ്ദേഹം മുണ്ടും മടക്കി കുത്തി കസേരയിൽ ചാരിയിരുന്നതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീർണത സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇവിടെ നിഗളിക്കാനെന്നുള്ള ഇത് എല്ലാ ദിവസവും ഓരോ ഇഷ്യൂ, ആവശ്യമില്ലാത്ത ഓരോ ഇഷ്യൂ ഉണ്ടാക്കി നിയമസഭയിൽ
ആയിക്കോട്ടെ ഇല്ല അത് ശ്രീ പി ജയരാജനെതിരെ നേരത്തെ പറഞ്ഞ എന്താണ്, ഇതാ തടിക്കസേര അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. ബാക്കി എല്ലാവരും ഈസി ചെയറിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തടിക്കസേര കൊടുത്തിരിക്കുന്നു. കോൺഗ്രസ്സുകാരുടെ വിലാപമായിരുന്നു. അദ്ദേഹത്തിന് കാറ് വന്നു. 34 ലക്ഷത്തിൻ്റെ കാറ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. അത് ശ്രീ വി ജി വിഷ്ണു, എൻ്റെ സ്നേഹിതനായ ശ്രീ വി ജി വിഷ്ണു അതിന് ഉത്തരം പറയും. ജീവിച്ചിരിക്കുന്ന തിരുവോണ നാളിൽ അദ്ദേഹത്തെ ജീവച്ഛവമാക്കി മാറ്റിയത് ആരാണ് എന്ന് അദ്ദേഹം പറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഇവിടെ ഉണ്ട 3 സഖാക്കളെയും, അതായത് ശ്രീ പി ജയരാജനെയും ശ്രീ എം പി ജയരാജനെയും ശ്രീ പി ജയരാജനെയും ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശാസനകൾക്കും ശകാരങ്ങൾക്കും ഒക്കെ ഒരുപാട് വിധേയനായിട്ടുള്ളൊരു വ്യക്തിയാണ് പി ജയരാജൻ. നമുക്കറിയാമല്ലോ, പാർട്ടി ഒരുപാട് ശകാരിച്ചിട്ടുണ്ട്, ശാസിച്ചിട്ട് അതൊക്കെ മറികടന്ന് വലിയൊരു ഫാൻസുമായി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് പി ജയരാജൻ എന്ന വ്യക്തി. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മനു തോമസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംവാദത്തിന് ക്ഷണിച്ചു, അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിനൊന്നും മറുപടിയില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത്ര നിസ്സാരമായി കാണുന്നുകൊണ്ടല്ലേ ഈ പാർട്ടിയുടെ ഇപ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്നത്? കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകമല്ല, കണ്ണൂർ ലോബിയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായൊരു സത്യം തന്നെയാണ്. ഈ ഘടകങ്ങളിൽ നിന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഭരണനിർവഹണത്തിന് നേതൃത്വം നൽകുന്നത്. ഇതിൻ്റെ സാമ്പത്തിക ഉറവിടങ്ങൾ സർക്കാരിനെ പ്രത്യേകിച്ച് പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെയൊക്കെ മുന്നിൽ പൊതുസമൂഹത്തിൽ എത്താൻ തുടങ്ങിയിട്ട് നാളെയേറെയാണ്. നിരവധി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഓഫീസും അവിടെ അദ്ദേഹത്തെ പ്രവർത്തിച്ചിരുന്ന ശിവശങ്കരടക്കം ജയിലിൽ പോകുന്ന സാഹചര്യവും ഇതുമായിട്ടുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർക്കുമ്പോഴാണ് മനു തോമസിൻ്റെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഗൗരവം കൊടുക്കേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു സുപ്രഭാതത്തിൽ CPM അച്ചടക്ക നടപടിയെടുത്ത് ഒരു രീതിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തി അല്ല ശ്രീ മനു തോമസ്. മനു തോമസ് സ്വാഭാവികമായി CPMൻ്റെ സംഘടനാ രീതിക്ക് അനുസരിച്ച് അംഗത്വം പുതുക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതാണ്. അല്ല, CPM ഒരു നടപടി സ്വീകരിച്ചതായിട്ട് പത്രക്കുറിപ്പിൽ നിന്നോ മാധ്യമങ്ങളിൽ നിന്നോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ പുറത്തേക്ക് പോയതിന് ശേഷം മനു തോമസ് കൃത്യമായി പറയുകയാണ്, പാർട്ടിയിലെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധങ്ങളുണ്ട്, കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആരോപണമല്ല, വളരെ നാളുകളായി ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം CPMന് നേരെ കൃത്യമായി ഉന്നയിച്ച കാര്യമാണ്. പ്രത്യേകിച്ച് DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജിറിനെതിരെ നിരവധി പ്രാവശ്യം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നുള്ള കൃത്യമായ ആരോപണമുണ്ടായിട്ടുണ്ട്. അർജുൻ ആയങ്കി അടക്കമുള്ളവർ സ്വർണ്ണക്കടത്തിൻ്റെയും കൊട്ടേഷൻ സംഘങ്ങളുടെയും ലോബിയിലെ കണ്ണികൾ മാത്രമാണ്. ഇവരെയെല്ലാം മുകളിൽ നിന്ന് നിയന്ത്രിക്കാനും ഇവരെയെല്ലാം ഇത്തരത്തിൽ സഹായിക്കാനുമൊക്കെ കേരളത്തിൽ CPMൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് വലിയൊരു സ്വാധീനം ഇടക്കുന്ന വലിയൊരു സംഘം തന്നെയുണ്ട്. ആ സംഘത്തിൻ്റെ ചെറിയ കണ്ണികൾ മാത്രമാണ്, ശബ്ദങ്ങൾ മാത്രങ്ങളെക്കുറിച്ചാണ് മനു തോമസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പൊതുസമൂഹത്തിലുണ്ടായ ആക്ഷേപങ്ങളും മനു തോമസിൻ്റെ ആരോപണങ്ങളിലുമെല്ലാം ഇപ്പോൾ കൃത്യമായി ഒരിടത്ത് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം കേരളത്തിൽ സജീവമായ സ്വർണ്ണക്കടത്തിന് പിന്നിൽ CPM നേതാക്കന്മാർക്ക് പങ്കുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ ടാർഗറ്റ് ചെയ്ത് കൃത്യമായി ആസൂത്രിതമായി കൊല ചെയ്യുന്നതിൽ പി ജയരാജൻ്റെ പങ്ക് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ക്രിമിനൽ വാസനയുള്ള വ്യക്തിയാണ്. രാഷ്ട്രീയ എതിരാളികളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ചോര കുടിക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. ഇതേ സമയത്ത് തന്നെയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള കാര്യങ്ങൾ തുടങ്ങുകയും തുടർന്ന് ഇതിലുമായി സർക്കാർ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അതേ കാര്യങ്ങൾ ഫയലിലേക്ക് ചെയ്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അങ്ങനെ സർക്കാർ ഓരോ ദിവസവും മലക്കം മറിയുകയാണ്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയും പിറ്റേ ദിവസം ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എവിടേക്കാണ് വരുന്നത്? ഈ ആരോപണങ്ങളെല്ലാം കൃത്യമായി ഇതെല്ലാം ഒരു വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്. CPMന് സ്വർണ്ണക്കടത്തുമായും കൊട്ടേഷൻ സംഘങ്ങളുമായും നല്ല ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ശ്രീ മഞ്ജുളാകം ജയൻ, ആ കാര്യം തന്നെയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ചും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഈ ഒളിച്ചോടുന്നു. അപ്പോൾ ആ ഒളിച്ചോട്ടത്തെ എങ്ങനെയാണ്, എന്താണ് ആ ഒളിച്ചോട്ടത്തിന് പിന്നിലെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ വേറൊരു സംഭവം കൂടി ഇവിടെ ചർച്ചപ്പെടുകയാണ്. TP കേസിലെ പ്രതികളെ ഇളവ് നൽകി വിട്ടയക്കാനുള്ള ഒരു ശ്രമം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. നമുക്കറിയാം TP കേസിലെ പ്രതികൾ ആരാണെന്നറിയാം. അവർക്ക് ഇപ്പോൾ ഇത് അവസാനം വരുന്നത് ട്രൗസർ മനോജ് 4-മതൊരാളെ ഇളവ് നൽകി വിട്ടയക്കാൻ പോവുക. അപ്പോൾ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെ ഒരു ശ്രമമേ ഇല്ല,
ആരെയും ഇളവ് നൽകുന്നില്ല. ഇതിന് ഇരയായ 2-3 ജീവനക്കാർ, 2-3 ജയിലിൽ 2-3 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു. ഇതൊന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഈ സമയത്തും നിയമസഭയിൽ ഇതിനകത്ത് സർക്കാരിന് അങ്ങനെ ഇവർക്ക് ഇളവ് നൽകാനുള്ള ഉദ്ദേശമില്ല എന്ന് പറഞ്ഞതിന് ശേഷവും കെ രമയെ പോലീസുകാർ വിളിക്കുക, അവർ മൊഴിയെടുക്കുകയാണ്. ട്രൗസർ മനോജിനെ വിട്ടയക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് മൊത്തം ഈ LDF എന്നൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ നടക്കുന്ന ഈ ഏരിയ കമ്മിറ്റി ഭരണം, ജില്ലാ കമ്മിറ്റി ഭരണം, അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ട്രൗസർ മനോജ്, അതായത് TP കേസിലെ പ്രതികളെ പോലും സർക്കാർ ഇടപെട്ട് അവർക്ക് ഇളവ് കൊടുത്ത് എല്ലാവരും പുറത്തു വിടുകയാണ്. അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്നവർ അകത്ത് വെച്ച് തന്നെ ഇവർ സ്വർണ്ണക്കടത്തായാലും സ്വർണ്ണം പൊട്ടിക്കലായാലും ഇതിൻ്റെയൊക്കെ ഗൂഢാലോചന നടത്തി പുറത്ത് വന്ന് ഇവർ ചെയ്യുന്നു. ഇവിടെ ആകാശ് തിലങ്കി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തേക്കാണ്, പുരസ്കാരം കൊടുത്തേക്കുന്നത് ആരാ? സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന യുവജനക്ഷേമ കമ്മീഷൻ പുരസ്കാരം കൊടുത്താണ് ഈ ഏറ്റവും വലിയ പ്രതിയെ, എത്രയോ കേസിലെ പ്രതി. ഇപ്പോൾ കൊലവിളി നടത്തിയിരിക്കുകയാണ് മനു തോമസിനെതിരെ. സത്യം പറഞ്ഞാൽ മറ്റൊരു TP ചന്ദ്രശേഖരൻ ആകുമോ എന്ന് കേരളം ഭയക്കുകയാണ്. മനു തോമസിനെ ഇവർ കൊലയ്ക്ക് കൊടുക്കുമോ എന്ന്. കാരണം അതാണ് കണ്ണൂരിലെ രാഷ്ട്രീയം. ശ്രീ LR വിനയേന്ദ്രൻ, മനു തോമസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. അതായത് നേരത്തെ താങ്കൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു, കാര്യങ്ങളൊക്കെ അത്തരത്തിലാണ് എന്ന് താങ്കൾ വിലയിരുത്താൻ ശ്രമിച്ചു. പക്ഷേ ഇവിടെ പറയുന്ന കേരളത്തിൽ നടക്കുന്ന പല മാഫിയ സംഘങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു, ലഹരി മാഫിയയ്ക്ക് കൂട്ടുനിൽക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ CPM-ലെ ഒരു വിഭാഗമുണ്ട്, കണ്ണൂരിലെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുണ്ട്. അതിൽ ഈ പറഞ്ഞതുപോലെ ഈ പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ അടക്കമുള്ളവർ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. അദ്ദേഹം ഇത് ഇനിയും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പരസ്പരം കലഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കുള്ളിൽ. അത് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? പിന്നെ ജയൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു പ്രതിയെ ഇളവ് ചെയ്യുന്നതും അനുബന്ധിച്ച് DIGയും പോലീസ് മേധാവിയും തമ്മിലുള്ളൊരു ഇഷ്യൂ, അത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പുറത്തുവിടുന്നതിനൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കാതെ വിട്ടത്. ഹൈക്കോടതി ഈ TP പ്രതികളുടെ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ഇവർക്ക് ശിക്ഷാ കാലാവധി കൊടുക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അല്ല, ഈ ജയിൽ ഉപദേശക സമിതിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആരാണെന്ന് നോക്കണം. അല്ല, അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാക്കാനുണ്ട്. മണ്ണന്തല RSS പ്രവർത്തനായ മണ്ണന്തല രഞ്ജിത്ത് വധക്കേസിലെ 3ാം പ്രതിയായ വഞ്ചൂരിലെ സംഘത്തിൽപ്പെട്ട മൊട്ട അജി എന്ന് പറയുന്ന ശിശുക്ഷേമ സമിതിയിലെ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ ജയിലിൽ കിടക്കുന്ന കാലാവധി അദ്ദേഹത്തിന്റെ ഉദ്യോഗ ബന്ധമായി പരിഗണിച്ച്, സർവീസ് കാലാവധിയായി പരിഗണിച്ച് സ്ഥാനക്കയറ്റം നൽകണമെന്ന് ശിക്ഷയ സമിതിക്ക് അപേക്ഷ സമർപ്പിക്കുകയും അത് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് ശിക്ഷയ സമിതി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശിക്ഷയ സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുപോയപ്പോഴാണ് ഇതുമായി ഇനി മുന്നോട്ട് പോകില്ല എന്ന് ശിക്ഷയ സമിതി. അതുപോലെയാണ് എല്ലായിടത്തും ക്രിമിനൽ കേസിൽ പ്രതികളായ CPM-കാർക്ക് അനധികൃതമായും നിയമവിരുദ്ധമായും ഒക്കെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും അവരുടെ സ്ഥാനക്കയറ്റം നൽകാനുള്ള നടപടികൾ CPM-ന്റെ സമ്മർദ്ദത്താൽ ഓരോ ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നത്. എന്നിട്ട് അവസാന കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ച് ശ്രീ പാർട്ടിയെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ മുന്നിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമം ശ്രീ തിരുവഞ്ചൂർ കാണിച്ചതാണ്. മോഹന മാസ്റ്റർ വീട്ടിൽ പോലും കയറാതെ വളഞ്ഞിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച ചരിത്രമൊക്കെ അറിയാമല്ലോ. ഈ കേസ് അന്വേഷിച്ച ഒരു പോലീസ് മേധാവി ഈ കേസിൻ്റെ ഉള്ളുകള്ളികളെക്കുറിച്ച് വളരെ വിശദമായി ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നത്. അതാണ് ബഹുമാനനായ തിരുവഞ്ചൂർ ഇദ്ദേഹത്തെ ഈ മോഹന മാസ്റ്റർ അതിൽ പെടുത്തിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോയത്. എന്നിട്ടെന്തായി? എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇത് പാർട്ടിയെ നിരന്തരം കരുതിച്ച് കാണിക്കാൻ വേണ്ടി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് എന്താണ് എന്ന് അവിടെ നിന്നാണ് ഈ കൊലപാതകം. ഇനി ജയൻ ചേട്ടൻ ഇദ്ദേഹത്തിന് വലിയ പരിവേഷമൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കേരളം നാട്ടിൽ KR ഗൗരി നേതാവേ എന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ KR ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പോയിട്ട് എന്ത് സംഭവിച്ചു? ഗർജിക്കുന്ന സിംഹമായിരുന്നു. നമ്മുടെ മാധ്യമപ്രവർത്തകനായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹം പോയിട്ട് എന്ത് സംഭവിച്ചു? MBR പോയിട്ട് എന്ത് സംഭവിച്ചു? അല്ലല്ല അങ്ങനെ ആ തരത്തിലേക്ക് പാർട്ടിയുടെ ഇനി കോൺഗ്രസ്സുകാർ വിളിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, വരൂ പരിശുദ്ധനായ അങ്ങയെ സ്വീകരിക്കാൻ. ഇതുപോലെ KR ഗൗരിയമ്മ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോയി, ഒരു വനിതാ നേതാവിനെ.
പേര് പോലും കേൾക്കാനില്ല. ഒരു പ്രാദേശിക വാർത്തയിൽ പോലും ആ നേതാവിൻ്റെ പേര് കേൾക്കാനില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സമിതി, ഇപ്പോൾ വിശദമാക്കിയല്ലോ. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര കമ്മിറ്റി പോലും ചേർന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഇതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ സമ്മതിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇത്തരം കൂടുതൽ വിവാദങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ കേരളത്തിൽ പാർട്ടി ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ പോയാൽ പറ്റില്ല. ശ്രീ എൽ.ആർ. വിനയേന്ദ്രൻ, താങ്കളെപ്പോലുള്ളവർ അത് മനസ്സിലാക്കി ഇത്തരം ന്യായീകരണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. അല്ല, ഇവിടെ ഒന്ന് ശ്രീ ജോയ് നായർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പ്രതികരണത്തെക്കുറിച്ച് ഉത്തരവാദിത്വമില്ല എന്നുള്ളത് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങയോട് ചർച്ച ചെയ്ത് എത്രയോ വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അതിന് നമുക്ക് ഒരു പതാകയും ഏന്തി ഒരാൾ പുറകെ നിന്ന ഈ ഇലവിന്തിട്ടുണ്ടായ ആ കൊലപാതക കേസിലെ ആൾ ഒരു ഇലക്ഷൻ സമയത്ത് ഒരു കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നു? ഒരിക്കലുമല്ല. അദ്ദേഹം ഇലക്ഷൻ്റെ ആ വാഹനത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ ആരോ ഒരു കൊടി കൊടുത്തു, അദ്ദേഹം അതും പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു എന്നാണ് മാധ്യമങ്ങൾ എഴുതിയത്. ആയിരുന്നു? ഒരിക്കലുമല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ പറഞ്ഞ ഗുരുതരമായ പ്രശ്നങ്ങളെ താങ്കൾ നിസ്സാരമായി കാണുകയാണ്. അദ്ദേഹത്തിന് 2022 നടന്നു എന്ന് പറയപ്പെടുന്ന തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ഇത് പാർട്ടി മൊത്തം, അതാണ് ഞാൻ ചോദിച്ചത്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെ വിശേഷ CPIM മാഫിയകളാണ്, കൊട്ടേഷൻ സംഘമാണ് എന്ന് പറഞ്ഞ് ഈ മാധ്യമങ്ങളൊക്കെ ഇവിടെ പോയിരിക്കുന്നു. ശ്രീ ജോയ് നായർ അദ്ദേഹം പറഞ്ഞു ഇവിടെ യുവജന കമ്മീഷൻ അവാർഡ് കൊടുത്തു. ആയിരുന്നു? അല്ല, തില്ലങ്കേരിയിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഒരു ട്രോഫിയാണ് അദ്ദേഹം കൊടുത്തത്. അത് ആ പാർട്ടി അന്നതിനെ എതിർത്ത് പറഞ്ഞു. ഇനി ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തി, അന്വേഷണ കമ്മീഷനെ വെച്ചാണ് അന്വേഷണം നടത്തിയത്. ഈ വിവാദം ഉണ്ടാക്കിയ ആളിനെ കുറിച്ചല്ല. നിങ്ങൾ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ എതിരാളി എന്ന് പറയുന്ന യുവജനക്ഷേമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളിനെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശ്രീ വിഷ്ണു, ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ TP കേസിന്റെ കാര്യമായാലും ഇപ്പോൾ മനു തോമസ് പറഞ്ഞ കാര്യങ്ങളായാലും ഈ CPM നേതൃത്വം എല്ലാം ഇതിനെക്കുറിച്ചും ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ പോലും MP രാജേഷ് കൃത്യമായി പറയുന്നത് ഇതെല്ലാം ആരോപണങ്ങളും അഭ്യൂഹങ്ങളും മാത്രമാണ് എന്നാണ്. അങ്ങനെ കാണാൻ കഴിയുമോ? ഇത് മനു തോമസ് വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണോ, അതോ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണോ നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്? അന്വേഷണ കമ്മീഷനെ അന്വേഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നതെന്ന് പറഞ്ഞു അല്ലേ. അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മാറ്റു കുറഞ്ഞ സ്വർണ്ണമാണ് കടത്തിയെന്ന് പറയാത്തത് എന്തായാലും ഭാഗ്യമായി പോയി. കാര്യം അതെ വരട്ടെ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ കേരളത്തിൽ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ താങ്കൾ പറയുമ്പോൾ സംസാരിച്ചില്ല. കേരളത്തിൽ എല്ലാ ഇടതുപക്ഷ പ്രതിനിധി മനു തോമസിന്റെ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്നെല്ലാം വിദഗ്ധമായി ഒഴിഞ്ഞു മാറുന്നവരാണ്. നിയമസഭയിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും CPM നേതാക്കളൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. കാരണം കൃത്യമായി ഒരു ഉത്തരം പറയാൻ ഇടതുപക്ഷ നേതാക്കന്മാർക്കില്ല. കാരണം എല്ലാവർക്കും അറിയാം ഇത് കണ്ണൂരിൽ കഴിഞ്ഞ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലെ പല ആരോപണങ്ങൾക്ക് കേട്ട വ്യക്തിയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന P. ശശി അടക്കം തിരിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആക്കുകയും ഇന്ന് കേരളത്തിലെ പോലീസിന് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് P. ശശിയാണ്. ഇങ്ങനെ നിരവധി CPMന്റെ ആരോപണ വിധേയരാകുകയും പല കൊട്ടേഷൻ സംഘങ്ങളിലും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ലഹരി മാഫിയ സംഘങ്ങൾക്കൊക്കെ സഹായം ചെയ്തവരെല്ലാം ഭരണത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് CPM നേതാക്കന്മാരെ മറയാക്കിക്കൊണ്ട് അവരുടെ നേതൃത്വത്തിൽ വലിയ മാഫിയ സംഘങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അത് DYFയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം M. ഷാജിറും P. ജയരാജനും അദ്ദേഹത്തിന്റെ മകനുമല്ല കൃത്യമായ പങ്കുണ്ട്. കാരണം കേരളത്തിലെ CPM രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നവർക്ക് ഒരു വലിയ മുതലുണ്ടാകണം. അതിനുവേണ്ടി ഈ പറഞ്ഞ കാറൽ മാർക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് മൂലധനം. ആ മൂലധനത്തിലേക്ക് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പോക്കറ്റ് വലുതാക്കാൻ കണക്കിന് വലിയ സ്വർണ്ണക്കടത്തുകൾ നടത്തുന്നു. അതിന് എതിരെ നിൽക്കുന്നവരെല്ലാം കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് അമർച്ച ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണല്ലോ കണ്ണൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി ഒരു വയോധികൻ മരണപ്പെട്ടത്. അതിനെതിരെ പ്രതികരിച്ച പെൺകുട്ടിക്ക് എന്താണ് അവസ്ഥയുണ്ടായത്? ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന പഞ്ചായത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെ പോയി പറയുകയാണ്, പറഞ്ഞില്ല, ഇങ്ങനെ പറയാൻ പാടില്ല, കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ പെൺകുട്ടി പരസ്യമായി മാധ്യമങ്ങളിൽ വന്ന് പ്രതികരിച്ചത് ഈ ആക്ഷേപം ഉന്നയിച്ച ഞാനും ചിലപ്പോൾ നാളെ യാത്ര ചെയ്യുമ്പോൾ ഒരു ടിപ്പർ ലോറി വന്നിടിച്ച് മരണപ്പെട്ടേക്കാം. ഇങ്ങനെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പോലും CPMന്റെ കൊടുക്രൂര കൃത്യത്തിനെതിരെ ഇന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പറയാൻ CPMന് മറുപടി ഇല്ലാത്തതുകൊണ്ട് അവർ മുഴുവൻ കാര്യങ്ങളും അഭ്യൂഹം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ശരി, ശ്രീ മഞ്ചവിളാകം ജയൻ, ഇവിടെ ഇപ്പോൾ ഈ ബ്രാഞ്ച് തലം മുതൽ ഏതായാലും പോളിറ്റ് ബ്യൂറോ വരെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തീവട്ടിക്കൊള്ള നടക്കുന്നു എന്നുള്ള ആരോപണം വളരെ വ്യാപകമായി ഉയരുന്നുണ്ട് പല ഭാഗത്തു നിന്ന്. ഒപ്പം തന്നെ ആ അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മനു തോമസ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ചത്. അത് വെറും
വെള്ളത്തിൽ വരച്ച വരിയായി പോകും എന്ന തരത്തിലാണ് പ്രതികരണങ്ങൾ CPM നേതൃത്വത്തിൻ്റെയും നേതാക്കളുടെയും ഭാഗത്തുനിന്നെല്ലാം വരുന്നത്. പാർട്ടി അണികളുടെ ഭാഗത്തുനിന്നും ഇത്തരം ന്യായീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പോകുന്നൊരു സംഭവമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ ഇതിന് മറുപടി പറയേണ്ടി വരില്ലേ നേതാക്കൾ? അത് കൊട്ടേഷൻ ആയാലും ലഹരിക്കടത്തായാലും മയക്കുമരുന്നായാലും അത് കണ്ണൂരെന്ന് പറഞ്ഞ CPMൻ്റെ ഒരു 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 മുഖം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ റിയാക്ഷനാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടുകളെല്ലാം പുറകോട്ട് പോയത്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞുകൊണ്ട് അറിയില്ല. മനു തോമസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമല്ലേ? മനു തോമസ് വെല്ലുവിളിക്കുകയാണ് വിവാദത്തിൽ. അദ്ദേഹം ഒളിച്ചിരിക്കുന്നില്ല. ആ പറഞ്ഞ ജയരാജൻ്റെ മകനെ അദ്ദേഹം ജയൻ രാജ് ഇന്നലെ വക്കീലിനെ കാണാൻ പോയി. എന്തായി? ഒരു വക്കീൽ നോട്ടീസ് അയക്കും, അവിടെ നിൽക്കും കാര്യങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, മനു തോമസ് വെല്ലുവിളിക്കുന്നു, വിവാദത്തിന് റെഡിയാണോ? ജയരാജനെയും മകനെയും വിളിക്കുന്നു, നമുക്ക് സംവദിക്കാം, തയ്യാറാവുന്നില്ല. ഇനി CPMൻ്റെ ഒരു നേതാക്കൾ പോലും ഈ നിമിഷം വരെ ഈ ചർച്ച നടക്കുന്നത് വരെ ഈ P. ജയരാജനെ അനുകൂലിച്ച് പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാം, നമുക്കറിയാലോ, മറ്റൊരു ജയരാജൻ്റെ റിസോർട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് ചർച്ച ഇപ്പോൾ അവസാനിച്ചതേ ഉള്ളൂ. അടുത്ത ഈ വിഷയം കേരളത്തിൽ നടക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏരിയ കമ്മിറ്റിയുടെയും ബ്രാഞ്ച് കമ്മിറ്റിയുടെയൊക്കെ ഭരണമാണ്. അത് കോടികൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയല്ല, ഞാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. ഹെലികോപ്റ്റർ കോടികളാണ് അടയ്ക്കുന്നത്. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ വെറുതെ അവിടെ നിർത്തിക്കുകയാണ്, കോടികളാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് ഇനി കൂടുതൽ വളരെ വരുന്ന ദിവസങ്ങളിൽ സജീവമായി വളരെ നിസ്സാരമായി മാറുന്നൊരു വിഷയമാണ്. മനു തോമസ് പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം, ചർച്ച ചെയ്യപ്പെടും. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ മുഖം പുറത്തു കൊണ്ടുവരും. ഈ മനു തോമസ് വിളിച്ച വെല്ലുവിളി ഏറ്റെടുക്കാൻ CPM തയ്യാറാകാത്തത് അവർ ഇരുട്ടിൻ്റെ മറവിലാണ് എന്നുള്ളതാണ് സത്യം. തീർച്ചയായും. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പവർ പോയിന്റ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ മഞ്ജുളാകം ജയൻ, ശ്രീ LR വിനയേന്ദ്രൻ, ശ്രീ വിഷ്ണു, 3 പേർക്ക് നന്ദി. ജയ് ഹിന്ദ്.